ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറെ പ്രത്യേകതകൾ ഉള്ള വെർബായ ബി എന്ന വെർബിന്റെ ഉപയോഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ബേസ് ഫോം ആണ് ബി എന്ന് പറയുന്നത്. ആയിരിക്കുക അല്ലെങ്കിൽ ഉണ്ടായിരിക്കുക, അതാണ് എൻ്റെ അർത്ഥം. അവസ്ഥയെ കാണിക്കാൻ അല്ലെങ്കിൽ സാന്നിധ്യത്തെ കാണിക്കാൻ ഈ വെർബിന്റെ കുറെ ഉപയോഗങ്ങൾ നമ്മൾ കണ്ടു. ഉദാഹരണമായിട്ട് ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്, ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷവാനായിരുന്നു അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. ഇത് കഴിഞ്ഞു പോയതാണ് അല്ലെ, നേരത്തെ ആയിരുന്ന അവസ്ഥയാണ്. ഇനി വരാനിരിക്കുന്ന അവസ്ഥ, ഞാൻ സന്തോഷവാനായിരിക്കും, ഞാൻ സന്തോഷവാനായിരിക്കും എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഉദാഹരണമായിട്ട് എനിക്ക് പുതിയൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി ജോലി സംബന്ധമായിട്ട്. അപ്പൊ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അവിടെ പോയാൽ നിനക്ക് സന്തോഷമായിരിക്കുമോ? ഞാൻ പറഞ്ഞു, എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് അവിടെയുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. സോ ഐ വിൽ ബി ഹാപ്പി, ഞാൻ സന്തോഷവാനായിരിക്കും. വരാൻ പോകുന്നതാ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് കാണുന്നത്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഞാൻ എഴുതാറുണ്ട്, ഐ റൈറ്റ്, ഓർക്കുന്നുണ്ട്? ഞാൻ എഴുതി, ഐ റോട്ട്, ഞാൻ എഴുതും, ഞാൻ എഴുതും. അതെങ്ങനെയാ കിട്ടിയത്? വിൽ എന്ന വാക്ക് റൈറ്റ് എന്ന വെർബിന്റെ ബേസ് ഫോം റൈറ്റ് എന്ന് തന്നെയാണ്. അതിന്റെ കൂടെ വെക്കുമ്പോൾ വിൽ റൈറ്റ്, അപ്പൊ എഴുതും. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. വില്ല് കൊണ്ടുപോയി ഈ ബി എന്നുള്ളതാണ് ബേസ് ഫോം. ബേസ് ഫോമിന്റെ മുമ്പിലായിട്ട് വില്ല് വെച്ചാൽ മതി. അപ്പൊ വിൽ ബി എന്ന് വെച്ചാല് ആയിരിക്കും, വിൽ ബി ആയിരിക്കും. ബി എന്ന് വെച്ചാൽ ആയിരിക്കുക, വിൽ ബി എന്ന് പറയുമ്പോൾ ആയിരിക്കും. റൈറ്റ് എഴുതുക, വിൽ റൈറ്റ് എഴുതും. അതേപോലെ തന്നെ. അപ്പോ ഐ വിൽ ബി ഹാപ്പി, ഞാൻ സന്തോഷവാനായിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ എല്ലാത്തിനും ഇത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഐ ആയാലും ഇറ്റ് എന്ന വാക്കായാലും എന്തായാലും എന്ത് ഉപയോഗിക്കാം? വിൽ ബി തന്നെ ഉപയോഗിച്ചാൽ മതി. ഇവിടെ എല്ലാം നമ്മൾ വ്യത്യാസം കണ്ടതാണ്. സിംഗുലർ പ്ലൂറൽ അല്ലെ? ഈസ് സിംഗുലർ ആർ പ്ലൂറൽ, വാസ് സിംഗുലർ വേർ പ്ലൂറൽ, അങ്ങനെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇവിടെ ഇത് തന്നെ എല്ലാത്തിനും ഉപയോഗിക്കും. സിംഗുലർ ആയാലും കുഴപ്പമില്ല, പ്ലൂറൽ ആയാലും കുഴപ്പമില്ല. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഐ വിൽ ബി ഹാപ്പി, ഐ വിൽ ബി ഹാപ്പി, ഞാൻ സന്തോഷവാനായിരിക്കും. ഐ വിൽ ബി സ്മാർട്ട്, ഞാൻ സ്മാർട്ട് ആയിരിക്കും, ഞാൻ സ്മാർട്ട് ആയിരിക്കും. ഐ വിൽ ബി പങ്ക്ച്വൽ, ഞാൻ പങ്ക്ച്വൽ ആയിരിക്കും. ഐ വിൽ ബി കൈൻഡ്, ഞാൻ ദയുള്ളവനായിരിക്കും. അതുപോലെ തന്നെ ഇതെല്ലാം പറയാം. വി വിൽ ബി ഹാപ്പി, വി വിൽ ബി ഹാപ്പി, വി വിൽ ബി ഹാപ്പി, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ സന്തോഷവാന്മാരായിരിക്കും. വി വിൽ ബി സ്മാർട്ട്, ഞങ്ങൾ സ്മാർട്ട് ആയിരിക്കും. വി വിൽ ബി പങ്ക്ച്വൽ, ഞങ്ങൾ പങ്ക്ച്വൽ ആയിരിക്കും. വി വിൽ ബി കൈൻഡ്, ഞങ്ങൾ ദയുള്ളവരായിരിക്കും. ഈ സ്മാർട്ടും പങ്ക്ച്വലൊക്കെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതേപറ്റി തന്നെ പറയുന്നത്. യു അല്ലെ, നീ, നിങ്ങൾ, താൻ എന്നൊക്കെ പറയാം. യു വിൽ ബി ഹാപ്പി, നീ സന്തോഷവാനായിരിക്കും. യു വിൽ ബി സ്മാർട്ട്, നീ സ്മാർട്ട് ആയിരിക്കും. യു വിൽ ബി പങ്ക്ച്വൽ, നീ പങ്ക്ച്വൽ ആയിരിക്കും. യു വിൽ ബി കൈൻഡ്, നീ ദയുള്ളവനായിരിക്കും. ഹി സിംഗുലർ ആണ്, പക്ഷെ ഇത് തന്നെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഹി വിൽ ബി ഹാപ്പി, അവൻ സന്തോഷവാനായിരിക്കും അല്ലെങ്കിൽ അവന് സന്തോഷമായിരിക്കും, അങ്ങനെ മലയാളത്തിൽ പറയാം. He will be smart, അവൻ സ്മാർട്ട് ആയിരിക്കും. He will be punctual, അവൻ പങ്ക്ച്വൽ ആയിരിക്കും. He will be kind, അവൻ ദയുള്ളവനായിരിക്കും. She ഇതുപോലെ നമുക്ക് പറയാം. She will be happy, അവൾ സന്തോഷവതിയായിരിക്കും അല്ലെങ്കിൽ അവൾക്ക് സന്തോഷമായിരിക്കും. She will be smart, അവൾ സ്മാർട്ട് ആയിരിക്കും. She will be punctual, അവൾ പങ്ക്ച്വൽ ആയിരിക്കും. She will be kind, അവൾ ദയുള്ളവളായിരിക്കും. ദയും ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്നു, അവർ അല്ലെങ്കിൽ ഇവർ. ദേ വിൽ ബി ഹാപ്പി, അവർ സന്തോഷമുള്ളവരായിരിക്കും അല്ലെങ്കിൽ അവർക്ക് സന്തോഷമായിരിക്കും. ദേ വിൽ ബി സ്മാർട്ട്, ദേ വിൽ ബി പങ്ക്ച്വൽ, ദേ വിൽ ബി കൈൻഡ്. ഇതേപോലെ തന്നെ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതുപോലെ പറയാം. എ സക്സസ്, ഒരു വിജയമായിരിക്കും. ഐ വിൽ ബി എ സക്സസ്, ഐ വിൽ ബി എ സക്സസ്, ഞാനൊരു വിജയമായിരിക്കും. അടുത്തത് നോക്കുക. ഐ വിൽ ബി എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്, പക്ഷെ അതൊരു സുഖമുള്ള വാചകമല്ല. നമ്മൾ അങ്ങനെ ഞാനൊരു വലിയ നേട്ടമായിരിക്കും അങ്ങനെ പറയാറില്ല. അപ്പൊ നമ്മൾ വാചകം ഉണ്ടാക്കുമ്പോൾ നോക്കണേ. ഐ വിൽ ബി എ ഫെയിലിയർ, അത് നമുക്ക് പറയാം. ഞാനൊരു പരാജയമായിരിക്കും. ഐ വിൽ ബി എ ഫെയിലിയർ, ഞാനൊരു പരാജയമായിരിക്കും.
നമുക്ക് യുയിലേക്ക് യു വിൽ ബി എ സക്സസ്, നീ ഒരു വിജയമായിരിക്കും. നീ ഒരു പുതിയ സ്ഥലത്തേക്ക് ജോലിക്കണം, വിൽ ബി എ സക്സസ്, യു വിൽ ബി എ സക്സസ്, നീ ഒരു വിജയമായിരിക്കും. യു വിൽ ബി എ ഫെയിലിയർ, നീ ഒരു പരാജയമായിരിക്കും. അങ്ങനെയും പറയാം. ഈ വാക്കുകൾ നമ്മൾ അതുപോലെ ഉപയോഗിച്ച് നോക്കുക. അർത്ഥമില്ലാതെ തോന്നുന്നെങ്കിൽ, ഒരു സുഖമില്ലാത്ത വാചകമാണെങ്കിൽ നമ്മൾ അത് വിട്ടു കളഞ്ഞേക്കുക. ഓക്കെ, ഇറ്റ് വെച്ച് നോക്കാം. ഇറ്റ് എന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ ഇത്. ഇറ്റിന് അങ്ങനെ അർത്ഥമുണ്ട്. ഇറ്റ് വിൽ ബി എ സക്സസ്, ഇറ്റ് വിൽ ബി എ സക്സസ്, അതൊരു വിജയമായിരിക്കും. നമ്മൾ എന്തോ പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്ത് അപ്പൊ നമ്മൾ പറയുകയാണ് ഇറ്റ് വിൽ ബി എ സക്സസ്, അതൊരു വിജയമായിരിക്കും. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്, നമ്മളൊരു വലിയ പദ്ധതിയൊക്കെ ഇട്ട് അപ്പൊ അത് വിജയിക്കുകയാണെങ്കിൽ അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നു ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്, അതൊരു വലിയ നേട്ടമായിരിക്കും. അച്ചീവ്മെന്റ് എന്ന് വെച്ചാൽ നേട്ടം, ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ മഹത്തായ അല്ലെങ്കിൽ വലിയ എന്ന് പറഞ്ഞാലും മതി. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്, അത് വലിയൊരു നേട്ടമായിരിക്കും. ഇറ്റ് വിൽ ബി എ ഫെയിലിയർ, അതൊരു പരാജയമായിരിക്കും. അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഇന്ന് കാണുകയാണ്, നമ്മൾ ഫ്യൂച്ചറില് ഭാവിയില് ഞാൻ സന്തോഷവാനായിരിക്കും അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കും അങ്ങനെയെല്ലാം പറയുന്നത് എങ്ങനെയെന്ന് നമ്മൾ കാണുകയാണ്. വിൽ എന്ന വാക്ക് ബി യുടെ മുമ്പിൽ ഇടുക, അപ്പോൾ ആയിരിക്കും എന്ന് കിട്ടും. പിന്നെ അതിലൂടെ വാക്കുകൾ ചേർത്താണ്. വിൽ ബി ഹാപ്പി, സന്തോഷവാനായിരിക്കും. വിൽ ബി എ സക്സസ്, വിജയമായിരിക്കും. വിൽ ബി എ ഫെയിലിയർ, ഒരു പരാജയമായിരിക്കും. അങ്ങനെ വാക്കുകൾ കിട്ടും. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, വാക്കുകൾ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഐ വിൽ ബി റിച്ച്, ഞാൻ സമ്പന്നനായിരിക്കും. ഐ വിൽ ബി സ്ട്രോങ്, ഞാൻ ശക്തനായിരിക്കും. നമ്മള് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് ആദ്യം മലയാളം പറയുന്ന ഒരാൾ മറ്റേ അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞ് ആവർത്തിക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും, ഒത്തിരി ഉപയോഗിക്കാൻ പറ്റും വാചകങ്ങളൊക്കെ. പിന്നെ വെർബിന്റെ ലിസ്റ്റ് വരുന്നുണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് എങ്കിലും പഠിക്കുക. ഈ 4 ഫോംസ് അറിഞ്ഞിരിക്കണം വെർബ്സിന്റെ, അത് വെച്ചുള്ള കളിയാ ഇംഗ്ലീഷ്. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം.
ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതുകൊണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 12ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 രൂപങ്ങളാണ് ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസും മറ്റും ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ എഴുതാനോ സാധിക്കില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് നമ്മൾ ബേസ് ഫോമും പ്രസന്റ് ഫോമും പ്ലൂറലും ഒരേപോലെ ഇരിക്കുകയാണ്. ഇംഗ്ലീഷിലെ സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ 3 ഫോമേ പഠിക്കുള്ളൂ, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ അവയുടെ ഉച്ചാരണവും അർത്ഥമൊക്കെ പ്രത്യേകം പഠിക്കണം. പിന്നെ പ്രസന്റ് ഫോമിലെ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, അതിൽ പ്ലൂറലും സിംഗുലറും ഉണ്ട്. ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂറലാണ്. എസ്ഒ ISO ചേർത്തിട്ടുള്ള ആ വാക്ക് സിംഗുലർ ആയിരിക്കും. ഓക്കെ, പക്ഷെ അർത്ഥം ഒന്ന് തന്നെയാണ്. തുടങ്ങാം. സ്ലേ, സ്ലൂ, സ്ലേൻ, ടേക്ക്, ടുക്ക്, ടേക്കൻ, ഷേക്ക്, ഷുക്ക്, ഷേക്കൻ, freeze, froze, frozen, forsake, forsook, forsaken, rise, rose, risen, rise, rose, risen. ഈ വാക്കുകളുടെ പ്രത്യേകത എന്താണ്? അത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വ്യത്യാസമുണ്ട്. മൂന്ന് രീതിയിലാണ്. ഇനിയുള്ള വെർബുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. അഡ്മിറ്റ്, അഡ്മിറ്റഡ്, അഡ്മിറ്റഡ്, അപ്രൂവ്, അപ്രൂവ്ഡ്, അപ്രൂവ്ഡ്, അറസ്റ്റ്, അറസ്റ്റഡ്, അറസ്റ്റഡ്, ബിഹേവ്, ബിഹേവ്ഡ്, ബിഹേവ്ഡ്, ബ്രഷ്, ബ്രഷ്ഡ്, ബ്രഷ്ഡ്, chew, chewed, chewed, contain, contained, contained, belong, belonged, belonged, damage, damaged, damaged, delay, delayed, delayed, gaze, gazed, gazed, examine, examined, examined, end, ended, ended, embarrass, embarrassed, embarrassed, explode, exploded, exploded, dust, dusted, dusted, dream, dreamed, dreamed. അതിൽ ഡ്രംഡ് എന്നുള്ള വാക്കുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലും. ഏൺ, ഏൺഡ്, ഏൺഡ്, decorate, decorated, decorated, accept, accepted, accepted, include, included, included, hurry, hurried, hurried. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ്. ഇവ പഠിച്ചാൽ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കുക, സ്പെല്ലിങ് ചിലതൊക്കെ വ്യത്യാസം വരും. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോൾ IES എന്നൊക്കെ ആയിരിക്കാം. അല്ലെ പാസ്റ്റിലൊക്കെ പോകുമ്പോൾ ചില ലെറ്റേഴ്സ് ഇരട്ടിക്കും, ഡബിൾ ആകും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. ഓക്കെ.